ഷഹീറേ, നല്ല അടിപൊളി ഷർട്ട്. ഒരു രക്ഷയില്ല, സൂപ്പർ. ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ള? ഞാൻ നവാസ് പാലരി പാടിയ ഫാത്തിമത്ത് സുഹറാന്റെ താളമേളം റൗണ്ടാണ്. ഗംഭീരായിട്ട് പാടണം. ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, അവിടെ ഇവിടെയൊക്കെ പ്രാക്ടീസ് സെഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാരും പറയുന്നു ഷഹീറ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പ്രാക്ടീസിൽ മുഴുകിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നോക്കാം. ശരി, ഗുഡ് ലക്ക്. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല്യ സുദിനം വന്നണഞ്ഞല്ലോ. ഹാത്തിമും നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. ആനന്ദ പുതുനാള്, ആഘോഷ തിരുനാള്, ആവേശം തിരതല്ലും സുദിനമല്ലോ. ആനന്ദ പുതുനാള്, ആഘോഷ തിരുനാള്, ആവേശം തിരതല്ലും സുദിനമല്ലോ. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല്യ സുദിനം വന്നണഞ്ഞല്ലോ. ഹാത്തിമും നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. പന്തലൊരുങ്ങിയല്ലോ, കാറ്റിരിക്കെങ്ങും പരിമളം പരക്കുന്നല്ലോ. പറവകൾ മതോതി പറക്കുന്നല്ലോ, നേരിൽ അതിരില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ലോ. മക്കത്ത് മണിപ്പന്തലൊരുങ്ങിയല്ലോ, കാറ്റിരിക്കെങ്ങും പരിമളം ചൊരിയുന്നല്ലോ. പറവകൾ മതോതി പറക്കുന്നല്ലോ, നേരിൽ അതിരില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ലോ. മാനം പൊൻതാരങ്ങളും മാടി വിളിക്കുന്നല്ലോ, മനങ്ങളിൽ ശുഭദിന തുടിപ്പാണല്ലോ. മാനം പൊൻതാരങ്ങളും മാടി വിളിക്കുന്നല്ലോ, മനങ്ങളിൽ ശുഭദിന തുടിപ്പാണല്ലോ. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല്യ സുദിനം വന്നണഞ്ഞല്ലോ. ഹാത്തിമും നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. അണയുന്ന ദിനമാണല്ലോ, അറിവിന്റെ കിളികൾ വന്നടുക്കുന്നല്ലോ. അഹദോന്റെ മലക്കുകൾ അണയുന്നല്ലോ, നേരിൽ അതിരില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ലോ. അലിതങ്ങൾ അണയുന്ന ദിനമാണല്ലോ, അറിവിന്റെ കിളികൾ വന്നടുക്കുന്നല്ലോ. അഹദോന്റെ മലക്കുകൾ അണയുന്നല്ലോ, നേരിൽ അതിരില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ലോ. ചുണ്ടിൽ ശുക്രിനാദം ചിത്തി മംഗല്യമോദാൻ ചിറകടിച്ചിമാരുള്ളിൽ ഉയരുന്നല്ലോ. ചുണ്ടിൽ ശുക്രിനാദം ചിത്തി മംഗല്യമോദാൻ ചിറകടിച്ചിമാരുള്ളിൽ ഉയരുന്നല്ലോ. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല്യ സുദിനം വന്നണഞ്ഞല്ലോ. ഹാത്തിമും നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. ആനന്ദ പുതുനാള്, ആഘോഷ തിരുനാള്, ആവേശം നിലതല്ലും സുദിനമല്ലോ. ആനന്ദ പുതുനാള്, ആഘോഷ തിരുനാൾ, ആവേശം മലതല്ലും സുദിനമല്ലോ. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല്യ സുദിനം വന്നണഞ്ഞല്ലോ. ഹാത്തിമും നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. ഷഹീറേ, നമുക്ക് ഈ പാട്ട് എങ്ങനെ പാടിയെന്ന് ചോദിക്കാം. ഞാൻ ആദ്യം ശബ്ദം അടിപൊളിയായിട്ട് പാടി കേട്ടോ. രണ്ട് ലൈൻസ് എനിക്ക് ഇത്തിരി സ്ട്രെയിൻ നമുക്ക് കേൾക്കുമ്പോൾ സ്ട്രെയിൻ തോന്നി, പാടുമ്പോൾ അതുണ്ടായിരുന്നോ?
അതായത് അനുപല്ലവിയിലും ചരണത്തിലും പറവകൾ മധുഹോതി എന്നുള്ള ആ ഒരു ഹൈ രജിസ്റ്റർ പോകുന്നില്ലേ അവിടെ ചെറുതായിട്ട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ആ ഒരു പോർഷൻ, ആ 2 ലൈൻസും സെക്കൻഡ് ചരണത്തിലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു സ്ട്രെയിൻ എടുത്ത് പാടുന്ന പോലെ ആ ഒരു സ്ട്രെയിൻ പാട്ടിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം അതുവരെ ഇങ്ങനെ ഒരു ഒഴുക്കിൽ വന്നിട്ട്, മനസ്സിലായോ? അതേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല, ബാക്കി അൻവർക്ക് പറയും. എല്ലാം കൂടെ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അൻവർക്കാക്ക് പറയാൻ വേണ്ടേ? ഓക്കെ, അതാ ബാക്കിയിലേക്ക് ബാക്കി തുടരൂ. ഇതില് ഒരു വരി കാണാനില്ല. പനിമതി ഒളിതൂകി ചിരിക്കുന്നല്ലോ എന്നുള്ള വരിയെ കാണാനില്ല. അന്വേഷിച്ച് 2 പേരെ വിട്ടിട്ടുണ്ട്. കിട്ടുന്ന സമയത്ത് ഒരു ആ വരി ഇവിടെ കൊണ്ട് പട്ടുമാലിന്റെ ഫ്ലോറിൽ എത്തിക്കേണ്ടതാണ്. കണ്ടിന്യൂഷനാ ബാക്കി പറഞ്ഞല്ലോ. അതിന് പകരം അവൻ അതില്ലാത്ത അനുഗ്രഹം ചൊരിയുന്നല്ല തന്നെ പാടി. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തളയും അത്, അതിന് നമ്മളെ വിട്ടാ വേറെ ചോദിക്കാനുണ്ടോ? എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വരിയൊക്കെ എടുത്ത് പാടി ഒപ്പിച്ചിരിക്കും. അതാണ് ഷഹീർ. അത് ഈ പറഞ്ഞ പോലെ ഈ പറവകൾ മധുഹോതി പറക്കുന്നല്ലോ തുടങ്ങിയ സ്ഥലം എനിക്ക് ചെറിയ സ്ട്രെയിൻ ഫീൽ ചെയ്തു. എൻ്റെ റിപ്പീറ്റ് എത്തിയ സമയത്ത് ഏകദേശം ഓക്കെ. അതുപോലെ ഈ അഹദോൻ്റെ അഹദോൻ്റെ മലക്കുകളിലാണെന്നല്ലോ എന്നുള്ള ആ ഒരു നല്ല ഇത്തിരി ഇതായിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ പക്ഷേ ചരണം എത്തിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അനുപല്ലവിയുടെ അത്രയും പ്രശ്നം ഉണ്ടായില്ല. ആ ഒരു 1-2 സ്ട്രെയിൻ അല്ലാണ്ട് ഈ വരി കാണാതായി പോയ വരി അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാടിയത് നന്നായിട്ടുണ്ട്. വെരി എൻഡിൽ ഭീകര സംഗതി അടിച്ചളഞ്ഞു. അയ്യോ, വെരി എൻഡിൽ ഒരു ഭീകര സംഗതി വന്നു. അതിൽ ഞങ്ങൾ നിന്റെ ആരാധകരായി. അത് സാറിന് ഷഹീറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഗതി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അത് കിട്ടിയപ്പോൾ നമുക്ക് അടിപൊളി, നമ്മുടെ ചെറുക്കൻ പൊളി തന്നെ എന്നുള്ളൊരു ചിന്ത വന്നു. നന്നായി മോനെ. താങ്ക് യു സോ മച്ച് അൻവർ. താങ്ക് യു ജഡ്ജസ്.